സി-കാറ്റ് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിന് വേണ്ടി തലശ്ശേരി അതിരൂപതയും ശാലോം ടെലിവിഷനും ചേർന്ന് നടത്തുന്ന പ്രോഗ്രാമാണ് സി-കാറ്റ്. ഈ പ്രോഗ്രാമിൽ ക്ലാസുകൾ നയിക്കുന്നതിനും നമ്മുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്നതിനുമായി എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനും ശാലോം ടി വി പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരനും സുപരിചിതനുമായ അഭിവന്ദ്യാമാർ ജോസഫ് പാമ്പ്ളാനി പിതാവാണ്. പിതാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിനും തങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഉന്നയിക്കുന്നതിനുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ ചെറുപുഴ ഫൊറോനയിലെ തിരുമേനി സെൻറ് ആൻ്റണീസ് ഇടവകയിലെ മതാധ്യാപകരാണ്. അധ്യാപകരെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നും നമ്മൾ ചർച്ച ചെയ്യുന്നത് മതബോധന ഗ്രന്ഥത്തിലെ ക്രിസ്തുവിലുള്ള ജീവിതം എന്ന 3-ാം ഭാഗത്തിലെ മനുഷ്യൻ ദൈവത്തിൻ്റെ ഛായ എന്ന വിഷയത്തെക്കുറിച്ചാണ്. നമുക്ക് ക്ലാസ്സിലേക്കും ചർച്ചയിലേക്കും പ്രവേശിക്കാം. ഇന്നത്തെ ക്ലാസ്സിനും ചർച്ചയ്ക്കുമായി എത്തിയിരിക്കുന്നത് തിരുമേനി സെൻറ് ആൻ്റണീസ് സൺഡേ സ്കൂളിലെ അധ്യാപകരാണ് അല്ലേ? അതെ. എങ്ങനെയാണ് നിങ്ങൾക്ക് തിരുമേനി എന്ന് പേര് കിട്ടിയെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ട്? എന്തായിരിക്കും? അവിടെ തിരുമേനിമാർ താമസിച്ചിരുന്ന നാടായിരുന്നു. തിരുമേനിമാർ താമസിച്ചിരുന്ന, ബ്രാഹ്മണർ താമസിച്ചിരുന്ന നാടായിരുന്നുകൊണ്ടാണ് അങ്ങനെ പേര് കിട്ടിയത് അല്ലേ? ഗുഡ് ഗുഡ്. ആരാണ് നിങ്ങളുടെ ഹെഡ് മാസ്റ്റർ? ഞാനാണ് ഹെഡ് മാസ്റ്റർ. പ്രിൻസ് സാറാണ് ഹെഡ് മാസ്റ്റർ അല്ലേ? അതെ. എത്ര അധ്യാപകരുണ്ട് തിരുമേനി സൺഡേ സ്കൂളിൽ? 14 പേര്. 14. 5 സിസ്റ്റേഴ്സും കൂടെ കുടുംബം 19. 5 സിസ്റ്റേഴ്സൂടെ കുടുംബം 19. സിസ്റ്റേഴ്സിനെ നിങ്ങൾ അധ്യാപകരെ പരിഗണിച്ചിട്ടില്ല അല്ലേ? ഓക്കെ ഓക്കെ. യെസ്, 19 അധ്യാപകരിൽ നിന്ന് 14 പേരിന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഗുഡ്. അപ്പോൾ നമ്മൾ ഏത് ഭാഗമാണ് പഠിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതാണ്? മതബോധന ഗ്രന്ഥത്തിലെ പ്രേക്ഷകരുടെയും കൂടി ശ്രദ്ധയ്ക്ക് വേണ്ടി മതബോധന ഗ്രന്ഥത്തിലെ 3-ാം ഭാഗമാണ് ഈ എപ്പിസോഡ് വഴി നമ്മൾ ആരംഭിക്കുക. 3-ാം ഭാഗം ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചാണ്. ഇതുവരെയുമുള്ള ഭാഗങ്ങളിൽ നമ്മൾ സഭയുടെ വിശ്വാസ സത്യങ്ങളെക്കുറിച്ച്, തിരുസഭ എന്ന രഹസ്യത്തെക്കുറിച്ച്, കൂദാശകളെക്കുറിച്ച് ഒക്കെ നാം പഠിക്കുകയായിരുന്നു. പ്രാർത്ഥനയെക്കുറിച്ച് മനസ്സിലാക്കിയായിരുന്നു. ഇപ്പോൾ നമ്മൾ പ്രവേശിക്കുന്നത് ക്രിസ്തീയ ജീവിതം എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ്. ഈ ക്രിസ്തീയ ജീവിതം എങ്ങനെയാണ് ഈശോമിശിഹായിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഈ ലോകത്ത് ജീവിക്കേണ്ടത് എന്നുള്ള സത്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു മനുഷ്യ വ്യക്തി എന്ന് പറയുന്നത് ക്രിസ്തീയ വീക്ഷണത്തിൽ അത് കേവലം ഏതെങ്കിലും ഒരു ജീവികളിൽ ഒന്നല്ല മനുഷ്യജീവി. സൃഷ്ടിയുടെ മകുടമാണ് മനുഷ്യനെന്നും ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്നും വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ? ദൈവം മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചു എന്നാണ് പഠിപ്പിക്കുന്നത്? ഛായയിലും സാദൃശ്യത്തിലും എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം കുറുക്കനെ സൃഷ്ടിച്ചപ്പോൾ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും അല്ല സൃഷ്ടിച്ച്. കുറുക്കനെ കുറുക്കനായിട്ട് സൃഷ്ടിച്ചു അല്ലേ? പശുവിനെ പശുവായും പന്നിയെ പന്നിയായും പോത്തിനെ പോത്തായും ദൈവം സൃഷ്ടിച്ചു. പക്ഷേ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം ഒരു മാറ്റം വരുത്തി എന്നാണ് ബൈബിൾ പറയുക. എന്താണ്? മനുഷ്യൻ സൃഷ്ടിയുടെ മകുടമാണ്. കാരണം അവനിൽ ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവുമുണ്ട്. ഈ ഒരു കാഴ്ചപ്പാട് വളരെ പ്രധാനപ്പെട്ടതാണ്. മനുഷ്യനാണ് സൃഷ്ടിയുടെ കേന്ദ്രം എന്ന കാഴ്ചപ്പാടാണ് ബൈബിളിൻ്റെ നരവംശാസ്ത്രം അഥവാ ആന്ത്രോപോളജി എന്ന് പറയും. പല മതങ്ങളിലും സംസ്കാരങ്ങളിലും ഒക്കെ സൃഷ്ടിയുടെ കേന്ദ്രം മറ്റ് പല ജീവികളെയും അവതരിപ്പിക്കാറുണ്ട്. ഇന്ന മൃഗത്തെ ആരാധിക്കണം, ഇന്ന മൃഗമാണ് പ്രധാനപ്പെട്ടത് എന്ന് പറയുന്ന വിശ്വാസങ്ങളുണ്ട്, കാഴ്ചപ്പാടുകളുണ്ട്. പക്ഷേ ക്രിസ്തീയതയിൽ സൃഷ്ടിയുടെ മകുടം എന്ന് പറയുന്നത് മനുഷ്യനാണ്. അത് വളരെ ആഴമേറിയ ഒരു ചിന്താ ശകലമാണ്.
കാരണം ഈ ഒരു അടിസ്ഥാന ചിന്തയിൽ നിന്നാണ് ബൈബിളിൻ്റെ ധാർമ്മിക തത്വങ്ങൾ രൂപീകരിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യൻ്റെ മഹത്വവും മനുഷ്യൻ്റെ മൂല്യവും നിഷേധിക്കുന്നതെല്ലാം ക്രിസ്തീയ കാഴ്ചപ്പാടിൽ അധാർമികമാണ്, അന്യായമാണ്. മനുഷ്യനെ നിസ്സാരവൽക്കരിക്കുന്ന, മനുഷ്യൻ്റെ മഹത്വത്തെ തമസ്കരിക്കുന്നതെല്ലാം പാപമാണ്, തിന്മയാണ് എന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ബൈബിളിൻ്റെ അടിസ്ഥാന ധാർമ്മിക തത്വം എന്ന് പറയുന്നത് മനുഷ്യ മഹത്വം എന്നുള്ളതാണ്. ഇനി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തൻ്റെ ഛായയിൽ സാദൃശ്യത്തിൽ എന്നാണ് ബൈബിൾ പറയുക, അല്ലേ? ദൈവം ക്രിസ്ത്യാനിയെ സൃഷ്ടിച്ചത്, അല്ലെങ്കിൽ മുസ്ലിമിനെ സൃഷ്ടിച്ചത്, ഹിന്ദുവിനെ സൃഷ്ടിച്ചത്, നിരീശ്വരവാദിയെ സൃഷ്ടിച്ചത് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് വിശുദ്ധ ബൈബിളിൻ്റെ മനുഷ്യസങ്കല്പത്തിന് ഒരു മതാതീതമായ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങളെയും വിഭാഗീയതകളെയും അതിജീവിക്കുന്ന ഒരു മനുഷ്യസങ്കല്പമാണ് ബൈബിളിനുള്ളത്. എല്ലാവരും ദൈവത്തിൻ്റെ ഛായയിൽ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടു. അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു, ബഹുമാനിക്കപ്പെടേണ്ടത് ക്രിസ്ത്യാനി മാത്രമല്ല, പിന്നെയോ എല്ലാ മനുഷ്യരുമാണ് ബഹുമാനിക്കപ്പെടേണ്ടത്. കാരണം എന്താണ്? മനുഷ്യൻ ദൈവത്തിൻ്റെ ഛായയിൽ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടു. അത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വലിയ വസ്തുതയാണ്, ഈ മനുഷ്യൻ്റെ മഹത്വം എന്ന് പറയും. മനുഷ്യൻ ഇപ്രകാരം മഹത്വമുള്ളവനായതിനാൽ എന്താണ് അവൻ്റെ മഹത്വത്തിൻ്റെ അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ അടിസ്ഥാനം അവൻ ദൈവത്തിൻ്റെ ഛായയിൽ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത്. രണ്ടാമത്തെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവന് മാത്രമേ നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള കഴിവുള്ളൂ, അല്ലേ? പോത്തിന് നന്മയോ തിന്മയോ എന്നുള്ള വ്യത്യാസമില്ല. പോത്ത് അതിന് തോന്നിയത് ചെയ്യും. അത് കണ്ണി കണ്ട എല്ലാത്തിനെയും കയറി കുത്തും. അതിനെ ഉപദ്രവിക്കാൻ വന്നതാണോ അതിനെ സ്നേഹിക്കാൻ വന്നതാണോ എന്നൊന്നും അത് നോക്കിയല്ല. നിങ്ങൾ പോത്തിന് വെള്ളം കൊടുക്കാൻ വേണ്ടി ടീച്ചർമാർ ചെയ്യുന്നതായിരിക്കും, അല്ലേ? പോത്ത് ചിലപ്പോൾ അതിൻ്റെ കൊമ്പെടുത്തൊരു ഇടി തരും. നിങ്ങൾ നന്മയ്ക്ക് എന്നതാണോ തിന്മയ്ക്ക് എന്നതാണോ അതിനറിയത്തില്ല. കോഴിയെ അതിനെ വളക്കാൻ പിടിച്ചാലും കൊല്ലാൻ പിടിച്ചാലും അത് നിലവിളിക്കുകയും കാറുകയും ചെയ്യും, ഇല്ലേ? കാരണം അതിന് നന്മയും തിന്മയും അറിയത്തില്ല. അതാണ് എൻ്റെ പ്രശ്നം. അതേസമയം മനുഷ്യന് ഇത് തിരിച്ചറിയാനുള്ള കഴിവ് ദൈവം കൊടുത്തു. അതും പ്രധാനപ്പെട്ടതാണ്. നന്മയേതാ തിന്മയേതാ എന്ന് മനുഷ്യന് തിരിച്ചറിയാൻ ദൈവം കഴിവ് കൊടുത്തിട്ടുണ്ട്. ആ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് വേണം മനുഷ്യൻ പ്രവർത്തിക്കാൻ, ഇല്ലേ? യെസ്, ആ കഴിവ് ഉപയോഗിക്കാതെ വരുമ്പോൾ അതും തിന്മയാണ്. അതുപോലെ തന്നെ മനുഷ്യനെ ദൈവം സ്വതന്ത്രനായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഞാൻ സാഹചര്യങ്ങളുടെ അടിമയാണ്, അല്ലെങ്കിൽ മറ്റേതൊരെങ്കിലും വ്യക്തികളുടെ നിയന്ത്രണത്തിലാണ് ഞാൻ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അങ്ങനെ ആരെയും നിയന്ത്രിക്കാനോ അടിമയാക്കി വയ്ക്കാനോ പാടില്ല. എല്ലാവരുടെയും സ്വാതന്ത്ര്യം ബഹുമാനിക്കപ്പെടണം. ഭർത്താവ് ഭാര്യയുടെ സ്വാതന്ത്ര്യം ബഹുമാനിക്കണം. മാതാപിതാക്കൾ മക്കളുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കണം. അവർക്കൊന്നും സ്വാതന്ത്ര്യത്തിന് അർഹതയില്ല എന്ന ചിന്താഗതിയുമായിട്ട് ക്രിസ്തീയതയിൽ ആരും ജീവിക്കാൻ പാടില്ല. ആ കാഴ്ചപ്പാട് ബൈബിളിൻ്റെ വീക്ഷണം അനുസരിച്ച് അംഗീകരിക്കാൻ പാടില്ല. എല്ലാ സ്ത്രീകൾക്കും സ്വാതന്ത്ര്യമുണ്ട്, എല്ലാ പുരുഷന്മാർക്കും സ്വാതന്ത്ര്യമുണ്ട്, എല്ലാ കുഞ്ഞുങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ട്. കാരണം എന്താണ്? മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അത് ആരെങ്കിലും അനുവദിച്ചു കൊടുക്കേണ്ട കാര്യമല്ല. സൃഷ്ടാവായ ദൈവം മനുഷ്യനെ സ്വതന്ത്രനായി സൃഷ്ടിച്ചു എന്നുള്ളതിനാൽ സ്വാതന്ത്ര്യം മനുഷ്യൻ്റെ ജന്മാവകാശമാണ്. ബാലഗംഗാധര തിലകൻ്റെ പ്രസിദ്ധമായൊരു വാചകമാണ്, സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, അല്ലേ? അത് തീർച്ചയായും ഒരു വിശുദ്ധ ഗ്രന്ഥ സങ്കല്പം തന്നെയാണ്. അത് നമ്മുടെ ജന്മാവകാശമാണ്. കാരണം ദൈവം നമ്മളെ സ്വതന്ത്രരായി സൃഷ്ടിച്ചു എന്നുള്ളൂ. അപ്പോൾ ബൈബിളിൻ്റെ മനുഷ്യസങ്കല്പത്തിൻ്റെ ചില അടിസ്ഥാന പ്രമാണങ്ങളെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ നമ്മൾ ചർച്ചകളിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ചർച്ചകൾക്കുള്ള വിഷയങ്ങൾ ഇപ്പോൾ കണ്ടെത്താം. നിങ്ങൾ പല ചോദ്യങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ആ ചോദ്യങ്ങൾ ആകാം, അല്ലെങ്കിൽ പുതിയ ചോദ്യങ്ങൾ ഈ കേട്ടതിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് ഉന്നയിക്കാനുണ്ട് എങ്കിൽ
ഏതാനും മിനിറ്റുകൾ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഒരുങ്ങാനുള്ള സമയമാണ്. അത് കഴിഞ്ഞ് നമുക്ക് ചർച്ചകളിലേക്ക് പ്രവേശിക്കാം. ക്രിസ്തുവിലുള്ള ജീവിതത്തെക്കുറിച്ച് പിതാവിൻ്റെ ക്ലാസ് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഈ ക്ലാസ്സിൻ്റെ അടിസ്ഥാനത്തിൽ അതോടൊപ്പം തന്നെ നിങ്ങൾ വായിച്ചതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്കിനി ചർച്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് ചർച്ച നടത്തി നിങ്ങൾക്ക് ഉരുത്തിരിയുന്ന ചോദ്യങ്ങൾ നമുക്കിനി പിതാവിനോട് ചോദിക്കാം. നമ്മളിനി ചർച്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. ചർച്ചകൾ ഒക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്. ചർച്ചകൾ നമുക്ക് അവസാനിപ്പിച്ചാലോ? ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും തയ്യാറല്ലേ? ഓക്കെ, യെസ്. നമ്മൾ ചർച്ചകളിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആരാണ് ആദ്യം ചോദ്യം ഉന്നയിക്കുന്നത്? ആദ്യം ഞാൻ ചോദിക്കും. ഓക്കെ, പ്രിൻസ് സാറാണ്. പ്രിൻസ് സാറിൻ്റെ ചോദ്യം എന്താണ്? പിതാവ്, എൻ്റെ ചോദ്യം ഇതാണ്. ഓരോ ക്രൈസ്തവനും തൻ്റെ മഹത്വം അന്വേഷിക്കുകയും അത് കണ്ടെത്തുകയും ചെയ്യണമെന്ന് സഭ പറയുന്നു, സഭ നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികളിൽ ചിലരെങ്കിലും തങ്ങളുടെ ക്രൈസ്തവ ജീവിതം ഒരു അപമാനവും ഭാരവുമായി കണക്കാക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് പിതാവെ ഈ കാലഘട്ടത്തിലെ ക്രിസ്ത്യാനികൾ നമുക്ക് നമ്മുടെ മഹത്വത്തെ അന്വേഷിക്കാനും അത് കണ്ടെത്തുവാനും ക്രൈസ്തവ പൂർണ്ണതയിൽ ജീവിക്കാനും കഴിയുക എന്ന് ഇന്ന് വ്യക്തമാക്കി തരാമോ? യെസ്, പ്രിൻസ് സാറ് ചോദിച്ചത് വളരെ ഗൗരവമുള്ളൊരു ചോദ്യമാണ്, കാലിക പ്രസക്തിയുള്ളൊരു ചോദ്യമാണ്. അതായത് ക്രിസ്ത്യാനിയെ ദൈവം കാര്യം വലിയ മഹത്വം നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ക്രിസ്ത്യാനിക്ക് ഇപ്പം ക്രിസ്തീയ വിശ്വാസം എന്ന് പറഞ്ഞാലോ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാലോ ഒരു ഭാരമായോ ശല്യമായോ അതല്ല എങ്കിൽ ഒരു അപമാനമായോ പോലും കരുതുന്നവരുണ്ട് എന്നാണ് പ്രിൻസ് സാറിൻ്റെ ഒരു നിരീക്ഷണം. എല്ലാ ക്രിസ്ത്യാനികളും അങ്ങനെയൊന്നും അല്ല എന്നുള്ള സത്യം. ക്രിസ്ത്യാനികൾ നല്ലൊരു പങ്കും തങ്ങളുടെ വിശ്വാസത്തെ ഓർത്ത് അഭിമാനിക്കുന്നവരാണ് എന്ന് മാത്രമല്ല, ആ വിശ്വാസത്തിന് വേണ്ടി ജീവൻ ത്യജിക്കാൻ സന്നദ്ധരായ അനേകരെ നമ്മൾ ഈ കാലഘട്ടത്തിലും കാണുന്നുണ്ട്, അല്ലേ? ജീവനേക്കാളുപരി ക്രിസ്തീയ വിശ്വാസത്തെ സ്നേഹിക്കുന്നവരെ നാം കാണുന്നുണ്ട്. പക്ഷേ പ്രിൻസ് സാറ് പറഞ്ഞതുപോലെ ഇങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അതിൻ്റെ കാരണം ക്രിസ്ത്യാനിക്ക് ദൈവം കൊടുത്ത മഹത്വം എന്ത് എന്ന് അവൻ മനസ്സിലാക്കിയിട്ടില്ല. എന്താണ് ആ മഹത്വം എന്ന് ചോദിച്ചാൽ, ആദിമാതാപിതാക്കളുടെ പാപം മൂലം മനുഷ്യകുലത്തിന് നഷ്ടമായ വരപ്രസാദത്തെ തൻ്റെ തിരുക്കുമാരൻ്റെ ജീവൻ വിലയായി കൊടുത്ത് പിതാവായ ദൈവം നേടിയെടുത്തു. ആ നേടിയ വരപ്രസാദത്തിൽ പങ്കാളിത്തം കിട്ടിയവൻ എന്നുള്ളതാണ് ക്രിസ്ത്യാനിയുടെ മഹത്വം. അതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഏതൊരു മനുഷ്യനെയും പോലെയാണ് ക്രിസ്ത്യാനി, അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. ബാക്കിയുള്ളവർ നടന്നു പോകുന്ന വഴിക്ക് ഉരുണ്ട് വീഴുന്ന പോലെ ക്രിസ്ത്യാനിയും ഉരുണ്ട് വീഴും. ബാക്കിയുള്ളവർക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നത് പോലെ ക്രിസ്ത്യാനിക്കും വരും. ദൈവം അങ്ങനത്തെ പ്രത്യേകതയൊന്നും കാണിച്ചിട്ടില്ല. മറിച്ച് അവൻ്റെ യഥാർത്ഥ പ്രത്യേകത എന്ന് പറയുന്നത് അവൻ ഈശോമിശിഹായുടെ തിരുരക്തത്താൽ മുദ്ര വയ്ക്കപ്പെട്ട രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്. അതാണ് അവൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അത് തിരിച്ചറിയുക, ആ സത്യത്തെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുക, അതാണ് അവൻ്റെ യഥാർത്ഥ മഹത്വം. പക്ഷേ ഇന്ന് പലരും ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രിസ്തീയ വിശ്വാസം അനുഷ്ഠിക്കുന്ന ഏതെങ്കിലുമൊക്കെ വ്യക്തികളുടെ വീഴ്ചകളെ ചൂണ്ടിക്കാണിച്ചോ അല്ലെങ്കിൽ ക്രിസ്തീയ സഭകളിലെ നേതാക്കന്മാരുടെ ചിലരുടെ വീഴ്ചകളെ, വൈദികരുടെ ആകാം, സമർപ്പിതരുടെ ആകാം, മെത്രാന്മാരുടെ ആകാം, എന്തെങ്കിലുമൊക്കെ കുറവുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവരെല്ലാം ഇങ്ങനെയാണ്, അതുകൊണ്ട് നമ്മൾ ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് ധരിച്ചു വയ്ക്കുന്നവരുണ്ട്. പക്ഷേ മനസ്സിലാക്കുക, ക്രിസ്ത്യാനി ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ ആരുടെ അനുയായിയാണ്? ക്രിസ്തുവിൻ്റെ അനുയായിയാണ്. അല്ലാതെ ഏതെങ്കിലും വികാരിയച്ഛൻ്റെയോ മെത്രാനച്ഛൻ്റെയോ അനുയായി അല്ല ക്രിസ്ത്യാനി. അങ്ങനെയാണെങ്കിൽ എന്താണ് വൈദിക അനുയായിന്നോ മെത്രാനിന്നോ ഒക്കെ വേണം വിളിക്കായിരുന്നു. അങ്ങനെയല്ല ഈശോ വിളിച്ചത്. എങ്ങനെയാണ് വിളിച്ചത്? ക്രിസ്ത്യാനിയാണ്. അപ്പോൾ ക്രിസ്തുവിനെ നോക്കി നടക്കേണ്ടവനാണ് എന്നുള്ള സത്യം മറന്ന് അവിടെയും ഇവിടെയുമുള്ള ചില വീഴ്ചകളെ പർവ്വതീകരിക്കുന്ന മീഡിയയുടേതാകാം, സങ്കുചിത താല്പര്യക്കാരുടേതാകാം,
ഇഷ്ടങ്ങൾക്കനുസരിച്ച് സ്വന്തം വിശ്വാസത്തെ ക്രമപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴാണ് വിശ്വാസം ഒരു അപമാനമായി തീരുന്നത് എന്നുള്ള സത്യം. അപ്പോൾ 2 കാരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, തൻ്റെ മഹത്വം എന്ത് എന്ന ബോധ്യം ആ വ്യക്തിക്കില്ല. മറിച്ച് ആ വ്യക്തി തൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായി സ്വീകരിക്കുന്നത് തൻ്റെ അറിവിലും പരിചയത്തിലും പെട്ടവരുടെ ജീവിതമാണ്. അതല്ല, ക്രിസ്തുവാണ് ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൻ്റെ മാതൃക കേന്ദ്രം എന്നുള്ള അടിസ്ഥാന ബോധ്യം വേണം. അവസാനമായതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്, മൂന്നാമതായിട്ട്. അതായത് മനുഷ്യന് സ്വാഭാവികമായും തിന്മയിലേക്കുള്ള ഒരു ചായ്വ്, കോൺക്യൂപിഷൻസി എന്ന് ഇംഗ്ലീഷിൽ പറയും, തിന്മകളോടുള്ള ഒരു ദുരാശ, അല്ലേ? എന്തെങ്കിലും തിന്മയായത് ചെയ്യാൻ, പറയാൻ, അതിൽ സന്തോഷിക്കാൻ ഉള്ള ഒരു സ്വാഭാവികമായ ആഗ്രഹം മനുഷ്യൻ്റെ മനസ്സിലുണ്ട്, ശരീരത്തിലുണ്ട് എന്നുള്ളത് സത്യം. ആ ഒരാഗ്രഹത്തെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ എളുപ്പം എന്താണ്? ക്രിസ്തുവിൻ്റെ പക്ഷത്ത് നിന്നാൽ നമ്മുടെ ആ ദുരാഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്താൻ പറ്റിയാൽ. ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞാൽ, അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസം അർത്ഥശൂന്യമാണ് എന്ന് ബോധപൂർവം അങ്ങ് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ദുരാശകൾക്കനുസരിച്ച് എനിക്ക് ജീവിക്കാൻ സാധിക്കും. പലപ്പോഴും ക്രിസ്തീയ വിശ്വാസത്തെ നിരാകരിക്കുന്ന, തമസ്കരിക്കുന്ന പല വ്യക്തികളും വ്യക്തിപരമായ പാപബന്ധനങ്ങൾക്ക് അടിപ്പെട്ടു പോയതുകൊണ്ട് അതിനെ ന്യായീകരിക്കാൻ അവർ കണ്ടെത്തുന്ന ഒരു കുറുക്കു വഴിയാണ് ക്രിസ്തീയ വിശ്വാസം തന്നെ അർത്ഥമില്ലാത്തതാണ് എന്ന് സ്ഥാപിക്കുന്നത്. യഥാർത്ഥത്തിൽ ക്രിസ്തീയ വിശ്വാസത്തിനല്ല ഗ്ലാനി സംഭവിച്ചത്, അല്ലെങ്കിൽ മങ്ങലേറ്റത്. ക്രിസ്തീയ വിശ്വാസം ജീവിക്കാനുള്ള ആ വ്യക്തിയുടെ ആത്മാർത്ഥതയ്ക്കാണ് മങ്ങൽ സംഭവിച്ചിരിക്കുന്നത്. ഈ അർത്ഥത്തിൽ വേണം നമ്മളതിനെ മനസ്സിലാക്കാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉത്തരം വ്യക്തമായെന്ന് കരുതുകയാണ്. ഉത്തരം വ്യക്തമായി. ഓക്കെ, ആരാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്? ജോർജ് സാറാണ്. ജോർജ് സാറിൻ്റെ ചോദ്യം എന്താണ്? പിതാവേ, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 48-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: നിങ്ങളുടെ സ്വർഗീയ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പൂർണ്ണതയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുമോ? വിശുദ്ധാത്മാക്കൾ പോലും പാവത്തിൽ വീണുപോയിട്ടുണ്ട്. എപ്രകാരമാണ് ഈ പൂർണ്ണതയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുക? ഒന്ന് വിശദീകരിക്കാമോ? യെസ്, അത് വളരെ ഗഹനമായൊരു ചോദ്യമാണ്. പലർക്കും ചോദിക്കാൻ ആഗ്രഹമുള്ളൊരു ചോദ്യമാണ്. പ്രേക്ഷകരും സംശയിച്ചിട്ടുണ്ടാകും. സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കാൻ. ദൈവപിതാവിൻ്റെ പരിപൂർണത എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തെക്കുറിച്ച് കേട്ടിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? ദൈവം സർവശക്തനാണ്, തന്നാൽ താനായിരിക്കുന്നു, അനാദിയായിരിക്കുന്നു, അശരീരിയാണ്. ദൈവിക ലക്ഷണങ്ങളെല്ലാം വെച്ച് നോക്കി ഇതൊന്നും നമുക്ക് ബാധകമല്ല. സർവശക്തി പോയിട്ട് നമുക്ക് പലപ്പോഴും എഴുന്നേറ്റ് നിൽക്കാൻ പോലും ശക്തിയില്ലാത്തവരും, അല്ലേ? ഇച്ചിരി വയസ്സായി കഴിഞ്ഞാൽ അങ്ങനെയാണ്. അതുകൊണ്ട് ദൈവീക പൂർണ്ണത നമുക്ക് എങ്ങനെയാണ് ഈശോ എന്നെ ഈ പറയുന്നത് എന്ന് ന്യായമായും നമുക്ക് സംശയം തോന്നാം. പക്ഷേ ഈശോ യഥാർത്ഥത്തിൽ ലക്ഷ്യം വയ്ക്കുന്ന എന്താണ്? നിങ്ങൾ അനുകരിക്കേണ്ടത് ആരെയാണ്? ദൈവത്തെയാണ്. ദൈവം നിങ്ങളോട് എന്ത് പറഞ്ഞു, ദൈവം എന്തായിരിക്കുന്നു, ദൈവം ആവശ്യപ്പെടുന്നത് എന്ത്, ദൈവഹിതമെന്ത്, അതനുസരിച്ച് പ്രവർത്തിക്കുക. അതാണ് പരമപ്രധാനമായ സത്യം. നമ്മളെല്ലാം ദൈവമായി തീരും എന്ന് ഈശോ ഒരിക്കലും വിഭാവനം ചെയ്യുന്നില്ല. മറിച്ച് ഒന്നാമതായ വചനത്തിൻ്റെ അർത്ഥം നമ്മൾ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, സർവശക്തിയോടെ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ ലക്ഷ്യമാക്കി ജീവിക്കണം എന്നതാണ് ഒന്നാമത്തെ അർത്ഥം. രണ്ടാമത്തെ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യം ഏത് എന്ന് വ്യക്തമാണെങ്കിൽ നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുക എളുപ്പമാണ്, അല്ലേ? എല്ലായിടത്തും ഇരുട്ടാണ്, അങ്ങ് വിദൂരതയിലൊരു വെളിച്ചം കണ്ടു, അതൊരു വീടാണെന്ന് മനസ്സിലായി. ഈ ഇരുട്ടത്തുള്ള മനുഷ്യൻ അങ്ങോട്ട് ആ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുകയാണ്. എന്നതുപോലെയാണ് നമ്മുടെ ലക്ഷ്യമാണ് ക്രിസ്തു നിർണയിച്ചിരിക്കുന്നത്. ആ ലക്ഷ്യം ഏതാണ്? പിതാവായ ദൈവം എന്ന ലക്ഷ്യം, അഥവാ പിതാവിൻ്റെ ഭവനമായ സ്വർഗം
ലക്ഷ്യമാക്കി ജീവിക്കുക എന്നുള്ളത്. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പൂർണ്ണത ദൈവതുല്യമായി സ്വീകരിക്കുക എന്നുള്ളതല്ല ഈശോ ഉദ്ദേശിക്കുന്നത്. മറിച്ച് സ്വർഗത്തിൽ എത്താൻ തക്ക പൂർണ്ണതയിൽ ജീവിക്കുക എന്നർത്ഥം. അതാണ് കുറെ കൂടി ലളിതമായി അതിനെ മനസ്സിലാക്കാവുന്നത്. സ്വർഗീയ പിതാവിൻ്റെ ഭവനമായ സ്വർഗത്തിൽ എത്താൻ തക്ക യോഗ്യതയോടെ ജീവിക്കുക. അതാണ് വാസ്തവത്തിൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പൂർണ്ണത. സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാലും നമുക്കറിയാം, ക്രിസ്തീയ വിശ്വാസത്തിൽ ദൈവം എപ്പോഴും ദൈവവും മനുഷ്യരും മനുഷ്യനുമായിരിക്കും. ചിലർ പറയും സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ ഒരു കടലിനകത്ത് ഒരു തുള്ളി വെള്ളം വീണതുപോലെ നമ്മൾ ദൈവത്തിൽ അലിഞ്ഞു ചേരും. കടലിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ പുഴ ഏതാ തോടേതാന്ന് അറിയത്തില്ല, കടൽ മാത്രമേ ഉള്ളൂ. ദൈവത്തിലെത്തിക്കഴിഞ്ഞാൽ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ എല്ലാം ദൈവമായിരിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. ക്രിസ്തീയ വിശ്വാസമനുസരിച്ച് അങ്ങനെ ഒരു ഒന്നുചേരലല്ലത്. സ്വർഗത്തിലെത്തിയാലും ദൈവം ദൈവമായിരിക്കും, നമ്മൾ തന്നെ ആയിരിക്കും. മനസ്സിലാവുന്നു? ആ ഒരു വ്യത്യാസം നമ്മളെപ്പോഴും തിരിച്ചറിയണം. ആ വ്യത്യാസത്തെ ഇവിടെ ഈശോ നിഷേധിക്കുകയല്ല ചെയ്യുക. മറിച്ച് ഈശോ പറയുന്നത് സ്വർഗപിതാവിൻ്റെ സന്നിധിയിലെത്താൻ തക്ക പരിശ്രമം, അല്ലെങ്കിൽ സ്വർഗത്തിലെത്താൻ തക്ക യോഗ്യതയോടെ നമ്മൾ ജീവിക്കണം എന്നതാണ്. അവസാനമായി അതിൻ്റെ അർത്ഥം പറയാൻ സാധിക്കുന്നത് പരിശ്രമമാണ് ഈശോയുടെ വിഭാവനം ചെയ്യുന്നത്. ഒരു ചെറിയ ലക്ഷ്യം പറഞ്ഞാൽ നമ്മുടെ പരിശ്രമം വളരെ കുറച്ചേ ഉള്ളൂ, അല്ലേ? ഒരു സ്കൂളിൽ പഠിക്കുന്ന കൊച്ചിനോട് അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനോട് നിങ്ങൾ പറയുകയാണ്, അടുത്ത പരീക്ഷയ്ക്ക് നീ 100-ൽ 25 മാർക്ക് മേടിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ ആ കൊച്ചിന് മനസ്സിലാകും അത് അത്രയും 25 മാർക്കല്ലേ ഉള്ളൂ. 25 മാർക്ക് മേടിക്കാൻ ഇത്രയും ചക്രശ്വാസം വലിക്കേണ്ട കാര്യമൊന്നുമില്ല. അവനറിയാം ഒന്നും എഴുതിയില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുത്തി വരച്ചാലും ടീച്ചർ 25 മാർക്ക് തരും. അവനോട് നിങ്ങൾ 50 മാർക്ക് മേടിക്കണമെന്ന് പറഞ്ഞു, 70 മാർക്ക് മേടിക്കണമെന്ന് പറഞ്ഞു, നീ 100-ൽ 100 മാർക്കും മേടിക്കണം എന്ന് നിങ്ങളൊരു കുട്ടിയെ പ്രോത്സാഹിപ്പിച്ചു എന്ന് വിചാരിക്കും. അപ്പോൾ ആ കുട്ടിയുടെ പരിശ്രമം വളരെ വലുതായിരിക്കും, അല്ലേ? ചിലപ്പോൾ 100-ൽ 100 അവനെ കൊണ്ട് മേടിക്കാൻ പറ്റിയില്ലായിരിക്കും. 100-ൽ 100 ലക്ഷ്യമാക്കി മേടിക്കുമ്പോൾ അവൻ 90-ഓ 95-ഓ ഒക്കെ മേടിച്ചെന്നിരിക്കും. ഈശോയും സമാനമായ രീതിയിൽ വലിയൊരു ലക്ഷ്യം നമ്മുടെ മുമ്പിൽ വയ്ക്കുകയും ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പരിശ്രമത്തിലൂടെ വളരണം എന്നാണ്. അല്പം കൂടി ലളിതമായി പറഞ്ഞാൽ, നമ്മൾ എത്ര വിശുദ്ധി പ്രാപിച്ചാലും എത്രമാത്രം പുണ്യം നമ്മളുണ്ടെങ്കിലും നമ്മൾ എല്ലാം ആയി എന്ന് പറഞ്ഞ് നിർത്തരുത്. കാരണം എന്താണ്? നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം പിതാവായ ദൈവം. അതുകൊണ്ട് ആത്മീയതയുടെ വഴിയിലുള്ള ഒരു വലിയ ഉപദേശമാണ് ഈശോ ഇവിടെ തരിക. ഞാൻ കുറേയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, കുറേയൊക്കെ ഞാൻ നന്മപ്രവർത്തികൾ ചെയ്യുന്നുണ്ട്, മിക്കവാറും പാപങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി എന്നുള്ള സംതൃപ്തിയോടെ ആത്മീയതയിൽ അലസത പുലർത്താൻ പാടില്ല. പകരം നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ എത്തിച്ചേരേണ്ട ലക്ഷ്യം പിതാവായ ദൈവമാകയാൽ ഞാൻ ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെയും തുടരേണ്ട പരിശ്രമമാണ് എൻ്റെ ആത്മീയ ജീവിതം എന്നുള്ള ഈശോയുടെ ആഹ്വാനമാണ് വാസ്തവത്തിൽ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കണം എന്ന് പറയുമ്പോൾ ലക്ഷ്യമാക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് മനുഷ്യവ്യക്തിയുടെ മാഹാത്മ്യം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം. CCAT പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.